ആഴ്ചയിലെ മറ്റെല്ലാ ദിവസവും മുങ്ങിക്കിടന്നിട്ട് ഞായറാഴ്ച മാത്രം പൊങ്ങി വരുന്ന ഒരു അന്തർവാഹിനി അഥവാ ഒരു മുങ്ങിക്കപ്പലല്ല വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവവുമായി അഭേദ്യമായൊരു സജീവ ബന്ധമുണ്ടായിരിക്കണം. ദൈവം പറഞ്ഞ 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം ഒരു ദിവസം സ്വസ്ഥമായിരിക്കുക. എന്നാൽ 80% ദൈവദാസന്മാരും 6 ദിവസവും സ്വസ്ഥമായിരിക്കും. 7-ാം ദിവസം ഒരു ദിവസം ഞായറാഴ്ച ഭയങ്കര അധ്വാനമാണ്. അധികം പേരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞായറാഴ്ച ആരാധന കഴിയുമ്പോൾ മറ്റൊരു പ്രോഗ്രാമിനൊന്നും വിളിച്ചാൽ വരത്തില്ല, ഭയങ്കര ക്ഷീണമാണ്, ഒന്ന് വിശ്രമിക്കണം. പക്ഷേ ആരാധന കഴിയുമ്പോൾ നല്ല ഉന്മേഷവും ഉത്സാഹവുമല്ലേ ലഭിക്കുക? അപ്പോൾ ഇത് ജഡത്തിൽ നിന്നുള്ള ആരാധനയാണ്. കാരണം സഭയിൽ ആത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാത്തതിനാൽ പാസ്റ്റർ കായികമായി അധ്വാനിച്ച് ആത്മീക അന്തരീക്ഷം കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. കൈയടിച്ച് ബഹളം വെച്ച് ക്ഷീണിച്ചു പോവുകയാണ്. അതാണ് ഈ ക്ഷീണം സംഭവിക്കുന്നത്. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ. തിങ്കളാഴ്ച മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്യും. അതുപോലെയാണ് ആരാധന. ഞായറാഴ്ച സ്വിച്ച് ഓൺ ചെയ്യുകയും മറ്റ് ദിവസങ്ങളിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നത് അല്ല ആരാധന എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ 5 യാഗങ്ങളും നിർത്തൽ ചെയ്ത് ഒരൊറ്റ യാഗമാക്കി. അതാണ് സ്തോത്രയാഗം. യാഗമൃഗം ആയ ഒരു കാളയ്ക്ക് ഉദ്ദേശം 75,000-നും 1,00,000-നും ഒക്കെ ഇടയിൽ വില വന്നേക്കാം. അതിനേക്കാൾ വിലയുണ്ട് ഒരു സ്തോത്രയാഗത്തിന്. ആമേൻ. സ്തോത്രം എന്ന് പറയുമ്പോൾ അത് ഞായറാഴ്ച മാത്രം പറയുവാനുള്ള ഒരു പ്രത്യേക ഒന്നല്ല, ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിൽ നിന്നുരുത്തിരിയുന്നതാണ്. പഴയ നിയമത്തിൽ യാഗം എന്നത് പുതിയ നിയമത്തിൽ ആരാധനയാണ്. പഴയ നിയമത്തിലെ യാഗം, പുതിയ യാഗപീഠം പുതിയ നിയമത്തിലെ ഈ സ്ഥലമാണ്, അഥവാ നമ്മുടെ ഹൃദയമാണ്. പഴയ നിയമത്തിലെ യാഗമൃഗം പുതിയ നിയമത്തിൽ നാം ഓരോരുത്തരുമാണ്. പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കുകയായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ യാഗമായിത്തീരുകയാണ്. അത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും പറയും ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണമെന്ന്. എന്നാൽ ഞായറാഴ്ച ആരാധനയല്ല, വിശുദ്ധ സഭായോഗമാണ് നടക്കുന്നത്. എന്നാൽ സഭായോഗത്തിലും ആരാധനയുണ്ട്. ചിലർ പറയും ആരാധന കഴിയുന്നതിന് മുമ്പ് എത്തണമെന്നും പറഞ്ഞ് സഭായോഗത്തിന് വേണ്ടി ഓടുകയാണ്. അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ആദ്യത്തെ 3 പാട്ടാണ് ആരാധന എന്ന. അല്ല, പാട്ടല്ല ആരാധന. എന്നാൽ ആരാധനയിൽ പാട്ടും ഉണ്ട്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനി നമുക്ക് അല്പസമയം ആരാധിക്കാം. അപ്പോൾ ഇതുവരെ ചെയ്തതോ അത് ആരാധനയല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് ആരാധന? റോമലേഖനത്തിൽ പൗലോസ് 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ അനുദിനം നാം ജീവനുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കണം ദൈവമുമ്പിൽ. അതാണ് ആരാധന. So you present your bodies as a living sacrifice, holy, acceptable to God. അപ്പോൾ ആരാധന എന്നത് ജീവനുള്ള സമർപ്പണമാണ്, ഒരു യാഗമാണ്. അത് സമയഭേദമില്ലാതെ എപ്പോഴും നടക്കേണ്ട ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. അതിന് ദിവസമോ സമയമോ ക്ലിപ്തമായി ക്രമീകരിച്ചിട്ടില്ല. വർഷിപ്പ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദി ഹംബിൾ ഹാർട്ട് ബിഫോർ ദി പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ആരാധന എന്നത് വിനയാന്വിതമായ ഒരു ഹൃദയത്തിൻ്റെ ജീവനുള്ള ദൈവസന്നിധിയിലുള്ള ഒരു പ്രതികരണമാണ്, പ്രത്യുത്തരമാണ്. സ്തോത്രം ചൊല്ലലാണ്. പിതാവായ ദൈവത്തെ സകലത്തിൻ്റെയും ദാതാവായും പുത്രനാം ക്രിസ്തുവിനെ ജീവൻ്റെ രക്ഷകനായും പരിശുദ്ധാത്മാവിനെ നമ്മിൽ അധിവസിക്കുന്ന കാര്യസ്ഥനായും അനുഭവിച്ചറിയുന്ന ഒരു ഹൃദയത്തിൻ്റെ വികാരങ്ങളുടെ ദൈവസന്നിധിയിലുള്ള ബഹിർഗമനമാണ് ആരാധന എന്ന് പറയുന്നത്.
ആത്മാവിൻ്റെ ആളിക്കത്തുന്ന ജ്വാലയിൽ നിന്നും ഉരുത്തിരിയുന്ന ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് ആരാധന എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ യാഗമൃഗത്തെ കൊന്നിട്ട് വേണമായിരുന്നു യാഗമർപ്പിക്കുവാൻ. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മെ തന്നെ യാഗമായിട്ട് അർപ്പിക്കുകയാണ്. നമ്മെ യാഗപീഠത്തിൽ വെക്കുന്നതാണ് ആരാധന. നാം ആലയമാണ്. അത്യുന്നതൻ കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല, എന്നാൽ ജീവനുള്ള ദൈവം നമ്മിൽ വസിക്കുന്നു. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് അതാണ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ആകയാൽ എപ്പോഴും ആരാധന ആലയത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. അതിന് ദിവസമില്ല. അത് ഞായറാഴ്ചയല്ല, ശനിയാഴ്ചയല്ല, മറ്റേതെങ്കിലും ഒരു ദിവസമല്ല. എപ്പോഴും ആരാധനയാണ്. നാം കർത്താവിനെന്ന പോലെ സന്തോഷത്തോടെ യേശുവിനായി ചെയ്യുന്നതെല്ലാം ആരാധനയാണ്. ആരാധനയുടെ അർത്ഥത്തിൽ ആരാധനയിൽ രൂപാന്തരം വരണം, സ്വഭാവ രൂപീകരണം ഉണ്ടാവണം, ശബ്ദത്തിന് വരെ മാറ്റം വരണം. അയൽവാസി ഒരിക്കൽ പറയുകയാണ്, ഒരു വിശ്വാസിയുടെ നാളിതുവരെ വലിയ പ്രശ്നക്കാരനായിരുന്നു, വലിയ അയൽവക്കത്ത് കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നമാണ്. പെന്തക്കോസ്തിൽ പോയപ്പോൾ വിചാരിച്ചു കാര്യം രക്ഷപ്പെട്ടെന്ന്. നിങ്ങളുടെ അവിടെ വന്നിട്ടും അവനൊരു മാറ്റവുമില്ലല്ലോ പാസ്റ്ററെ എന്നൊരു അവിശ്വാസി പറഞ്ഞു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റം വരണം. ആരാധനയിൽ 6 ദിവസവും ഉറങ്ങി ഞായറാഴ്ച മാത്രം ഉണർത്തുന്നതല്ല സഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചുമ്മാ ഒരു കയ്യടി പ്രസ്ഥാനമല്ല ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭ. ആർക്കും കയറുമെന്ന് ഉറങ്ങുവാനുള്ള ഒരു സ്ഥലവുമല്ല സഭ. മറിച്ച് കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു മണവാട്ടിയാണ്, ഒരു കാന്തയാണ് സഭ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യാഗത്തിനായി മാറ്റി നിർത്തിയതിനെ മറ്റുള്ളവയുടെ കൂടെ വിടില്ല. വേർപാട്, വിശുദ്ധി ആചരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം ആരാധനയ്ക്ക്. ആടിനെ പുറമേ നോക്കിയാൽ നല്ല ഭംഗിയാണ്, മനോഹരമായ സൗന്ദര്യം, വളരെ നമുക്ക് ഇമ്പം തോന്നും. ആടിനെ പുറമേ നോക്കിയാൽ അങ്ങനെയാണ്. എല്ലാവരും പുറമേ നോക്കി ഭംഗിയാണ് കാണുന്നത്, പുറമാണ് നോക്കുന്നത്. സ്കിൻ ബ്യൂട്ടി ആൻഡ് പേഴ്സണാലിറ്റി. തൊലി എത്ര ഭംഗിയുള്ളതാണെങ്കിലും യാഗപീഠത്തിൽ വെക്കയില്ല, പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കളയണം. തൊലി കളഞ്ഞ് 10 ആടിനെ വെച്ചാലും ഒരുപോലെ ഇരിക്കും. ആരാധനയിൽ അതാണ് സംഭവിക്കുന്നത്. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 44 മുതൽ നാം വായിക്കുമ്പോൾ ആരാധനയുടെ ഒരു ഭാഗം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്. വിശ്വസിച്ചവരെല്ലാം 44-ാം വാക്യം ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണി ആവശ്യങ്ങൾ എല്ലാവർക്കും പങ്കിട്ടു, ഒരുമനപ്പെട്ട് ദിനം പ്രതി കൂടി വന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ ആദിമസഭയുടെ അപ്പോസ്തലന്മാരുടെ നടപടികൾ, അവരുടെ ആരാധനക്രമം അങ്ങനെയായിരുന്നു. നാം ക്രിസ്തുവിനുള്ളവരും അന്യോന്യം കടപ്പെട്ടവരുമാണ്. വി ആർ ദ വൺ ഫാമിലി. ആകയാൽ ഏകാത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. ആരാധനയുടെ ഉത്തംഗ ശൃംഗത്തിലാണ് ആത്മാവിലുള്ള ആരാധന എത്തി നിൽക്കുന്നത്. ദൈവം ആത്മാവാണ്, നമ്മളും ആത്മജീവികളാണ്. കാരണം ദൈവം സ്ഥൂല ശരീരസ്ഥനല്ല. നമുക്ക് ദൈവത്തെ തൊട്ടു നോക്കുവാൻ, അവനെ തൊടുവാൻ കഴിയുന്നത് പകരം നമ്മുടെ ആത്മാവിലാണ്. അതിനാൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി ആമേൻ ഒത്തുചേരുകയാണ് ആത്മാവിലുള്ള ആരാധനയിൽ സംഭവിക്കുന്നത്. ആകയാൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അതിന് സമയ കാല ഭേദങ്ങളൊന്നുമില്ല. വീട്ടിലും അകത്തും പുറത്തും കിച്ചണിലും വാഹനത്തിലും യാത്രയിലും എവിടെയായിരുന്നാലും എല്ലാം ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു സമർപ്പണമാണ് ആരാധന. അത് അനുദിനം അനുനിമിഷം ദൈവമുമ്പിൽ ജീവനുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ്. അങ്ങനെ നടക്കണം. ഞായറാഴ്ച മാത്രമല്ല, ആ അർത്ഥത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിപ്പാൻ സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. നാം ആരാധനക്കാരാണ്. ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കാം. അതിന് ഞായറാഴ്ച എന്നില്ല, തിങ്കളാഴ്ച എന്നില്ല, ബുധനാഴ്ച എന്നില്ല, ചൊവ്വാഴ്ച എന്നില്ല, അല്ലെങ്കിൽ ഇതര
പ്രത്യേക സമയങ്ങളെന്നില്ല. എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായി തീരണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഹല്ലേലൂയ. പ്രൈസ്